നിരന്തരമായി കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയുകയും കേരളത്തിനൊന്നും നൽകിയില്ലെന്നും പിണറായി സർക്കാർ പറയുമ്പോൾ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പലപ്പോഴായി കണക്കുകൾ പുറത്തുവിട്ട് രംഗത്ത് വന്ന് കേരളത്തിന് നേരെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും കണക്കുകൾ ചർച്ചയാവുകയാണ്. 10 വർഷത്തിനിടെ കേരളത്തിന് നൽകിയത് 1.5 ലക്ഷം കോടിയിലധികം. UPA കാലത്തേക്കാൾ 239% കൂടുതലെന്ന് ധനമന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ്. പക്ഷെ എന്നിട്ടും കേരളം ഇവിടെയൊന്നും കിട്ടിയില്ല, ആരും ഇവിടെയൊന്നും തന്നില്ല എന്ന ഡയലോഗ് പോലെ നിലവിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കേരളത്തിന് 2014 മുതൽ 2024 വരെ 1.57 ലക്ഷം കോടി രൂപയാണ് നരേന്ദ്രമോദി സർക്കാർ നൽകിയതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലെ മറ്റാരും കേരളത്തെ പിന്തുണച്ചിട്ടില്ലെന്നും ധനമന്ത്രി നിർമ്മല സീതാരാമൻ. UPA കാലത്തേക്കാൾ 239% കൂടുതലാണ് നരേന്ദ്രമോദി സർക്കാർ കാലത്ത് ലഭിച്ചതെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. കേരളത്തോട് വിവേചനം കാണിക്കുന്നുവെന്ന സ്ഥിരം പല്ലവി വേദനിപ്പിക്കുന്നതാണ്. കടമെടുക്കൽ പരിധി ഉയർത്താൻ കേരളം സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ കോടതി പറഞ്ഞത് സംസ്ഥാനം നിയന്ത്രണമില്ലാതെ ഉണ്ടാക്കിയ സാമ്പത്തിക ദുരന്തത്തിന് കേന്ദ്രത്തിന് ബാധ്യതയില്ലെന്നാണ്. UDF LDF സർക്കാരുകളുടെ തലതിരിഞ്ഞ നയമാണ് പലതിനും കാരണം. എന്നാൽ കേരളത്തിന് നൽകുന്നതിൽ നിന്നും കേന്ദ്രത്തെ ഒന്നും തടയുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു. അവിടെ കൊണ്ട് തീർന്നില്ല. സംസ്ഥാനത്തെ പ്രതിപക്ഷവും പിണറായി സർക്കാരിനെതിരെ ആഞ്ഞടിക്കുകയാണ്. സ്റ്റാർ ഇല്ലെങ്കിലും ബാർ ലൈസൻസ്. CPM നേതാക്കൾ ലക്ഷ്യമിടുന്നത് അനധികൃത പണപ്പിരിവെന്ന VD സതീശൻ. സംസ്ഥാനത്തെ സ്റ്റാർ ക്ലാസിഫിക്കേഷൻ ഇല്ലാത്ത ഹോട്ടലുകൾക്കും ബാർ ലൈസൻസ് നൽകാനുള്ള തീരുമാനത്തിലൂടെ ആസൂത്രിതമായി അഴിമതി നടത്തുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുൻനിർത്തിയുള്ള പണപ്പിരിവാണ് CPM നേതാക്കൾ ഈ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. പാർട്ടിയുടെ കൂടി പിന്തുണയുള്ളത് കൊണ്ടാണ് സംസ്ഥാനത്തിന്റെ മദ്യനയത്തിന് വിരുദ്ധമായ തീരുമാനത്തെ എക്സൈസ് മന്ത്രി ന്യായീകരിക്കുന്നത്. ക്ലാസിഫിക്കേഷൻ പരിശോധന കൃത്യസമയത്ത് നടത്താത്തത് കേന്ദ്രത്തിന്റെ കുറ്റമാണെന്നും ലൈസൻസ് പുതുക്കി നൽകുമെന്നും പറയുന്നതിലൂടെ ഒരു നിയന്ത്രണങ്ങളും ഇല്ലാതെ സംസ്ഥാനത്ത് മദ്യം ഒഴുക്കുമെന്ന സന്ദേശമാണ് സർക്കാർ നൽകിയിരിക്കുന്നത്. മനഃപൂർവ്വം പരിശോധന വൈകിപ്പിക്കുന്ന 23 ഹോട്ടലുകൾക്ക് ബാർ ലൈസൻസ് പുതുക്കി നൽകരുതെന്നാണ് എക്സൈസ് കമ്മീഷണർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്നാൽ അതിന് വിരുദ്ധമായ നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അഴിമതി മാത്രം ലക്ഷ്യമിട്ട് കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലാനുള്ള നിയമവിരുദ്ധ നടപടികളിൽ നിന്നും സർക്കാർ പിന്മാറണം. സ്റ്റാർ പദവിയില്ലാത്ത ഹോട്ടലുകൾക്കും ബാറുകൾ അനുവദിച്ചാണോ സർക്കാർ സംസ്ഥാനത്ത് മദ്യവർജനം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്? അഴിമതിയുടെ കേന്ദ്രമായി എക്സൈസ് വകുപ്പ് മാറിയിരിക്കുകയാണ്. എക്സൈസ് വകുപ്പ് കേന്ദ്രീകരിച്ച് നടക്കുന്ന അഴിമതികളെക്കുറിച്ച് അന്വേഷണം പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. CPMനും സംസ്ഥാന സർക്കാരിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനുമുള്ള ചോദ്യങ്ങൾ അവിടെ കൊണ്ടും അവസാനിക്കുന്നില്ല. നിലമ്പൂരിൽ കിങ് മേക്കർ ആവാൻ PV അൻവർ. 2 വട്ടം ഒപ്പമുണ്ടായിരുന്ന PV അൻവർ ശത്രുവായി എതിർചേരിയെത്തുമ്പോൾ CPM അടിമുടി പെടുമെന്ന് ഉറപ്പാണ്. കാലുവാരലും കൊഴിഞ്ഞുപോക്കും പ്രതീക്ഷിച്ച CPM ഇപ്പോൾ തന്നെ ആശങ്കയിലാണ്. അൻവറിനെ ഒപ്പം നിർത്തി മണ്ഡലം പിടിക്കാൻ പക്ഷേ കോൺഗ്രസ് കരുക്കൾ നീക്കുന്നുമുണ്ട്. അടിപൊട്ടുന്നത് ഒഴിവാക്കാൻ സ്ഥാനാർത്ഥി നിർണയം കരുതലോടെയാണ്. സർക്കാരിനും CPMനും വാട്ടർലൂ ആയി മാറുമോ നിലമ്പൂർ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് കേരളം വീണ്ടും വാശിയേറിയ ഉപതെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. PV അൻവർ രാജിവെച്ച ഒഴിവിൽ നിലമ്പൂരിൽ മെയ് മാസത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കും. മെയ് 5-ന് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാൻ സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. തീയതിയിൽ ഉടൻ തീരുമാനമുണ്ടാകും. അവധിക്കാലമായതിനാൽ മെയ് മാസത്തിൽ തന്നെ ഉപതെരഞ്ഞെടുപ്പിനാണ് സാധ്യത. ഉപതെരഞ്ഞെടുപ്പിനുള്ള തീയതി അടുത്തയാഴ്ചയോടെ പ്രഖ്യാപിച്ചേക്കും. കോൺഗ്രസ് AP അനിൽകുമാറിനും CPM M സ്വരാജിനും തെരഞ്ഞെടുപ്പ് ചുമതല നൽകിയതോടെ മണ്ഡലത്തിൽ ഒരുക്കങ്ങൾ തുടങ്ങി. കോൺഗ്രസിൽ നിന്ന് VS ജോയിയെയോ ആര്യടൻ ഷൗക്കത്തോ സ്ഥാനാർത്ഥിയാകുമെന്ന സൂചനയുണ്ട്. CPM TK ഹംസയെയോ ചില പ്രാദേശിക നേതാക്കളെയോ പരിഗണിക്കാനിടയുണ്ടെങ്കിലും അവസാന നിമിഷം സർപ്രൈസ് സ്ഥാനാർത്ഥിക്കും സാധ്യതയുണ്ട്. ഉപതെരഞ്ഞെടുപ്പിലെ നിർണായക ഘടകം PV അൻവർ ആയിരിക്കുമെന്നതിൽ തർക്കമില്ല. സുപ്രധാന തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് LDFന് ഷോക്ക് ട്രീറ്റ്മെന്റ് നൽകാനാണ് അൻവറിന്റെ ലക്ഷ്യം. PV അൻവർ ഒപ്പമുള്ളത് UDFന് ആശ്വാസമാണ്. 2 വട്ടം മണ്ഡലം നിലനിർത്തിയത് LDFന് ആശ്വാസം. അത് അൻവറിനെ ഒപ്പം നിർത്തിയായിരുന്നു. ഇപ്പോൾ അൻവർ ഇല്ലാത്തത് എങ്ങനെ ബാധിക്കുമെന്നതാണ് ആകാംക്ഷ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് അടുത്ത മണിക്കൂറിൽ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് UDF പറഞ്ഞിട്ടുണ്ട്. മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള അഭിമാന പോരാട്ടമായി UDF കരുതുന്നു. അതിനാൽ സ്ഥാനാർത്ഥി നിർണയം അവിടെ നിർണായകമാണ്. നിലമ്പൂരിൽ കളമൊരുങ്ങുക മണ്ഡല ചരിത്രത്തിലെ 3ാമത്തെ ഉപതെരഞ്ഞെടുപ്പിനാണ്. K കുഞ്ഞാലി, ആര്യടൻ മുഹമ്മദ്, MP ഗംഗാധരൻ, TK ഹംസ തുടങ്ങി തലയെടുപ്പുള്ള നേതാക്കളെ നിയമസഭയിലേക്ക് തെരഞ്ഞെടുത്തയച്ച ചരിത്രം നിലമ്പൂരിനുണ്ട്. ഏതായാലും ഇത്തവണ CPM പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനാണ് സാധ്യതയേറെ. സ്വരാജോടെ മത്സരിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങളുണ്ട്. മാട്ടുമ്മൽ സലീം, VM ഷൗക്കത്ത്, ഷൊറോണ റോയ് എന്നിവരുടെ പേരുകളും കേൾക്കുന്നുണ്ട്.